ഹലോ മക്കളെ, അപ്പോൾ 8ാം ക്ലാസ്സിലെ എല്ലാ മക്കളുടെയും ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി മക്കളുടെ ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോട്ടെ. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മക്കൾ വിചാരിക്കും എന്തായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. നമ്മൾ വഞ്ചിപ്പാട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള വഞ്ചിപ്പാട്ട് വിഭാഗത്തിൽ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഇതിവൃത്തവുമാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ഒരു കുട്ടി വീഡിയോയിലൂടെ നമ്മൾ വേഗം പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണ് നോക്കാനായിട്ട് പോകുന്നത്, വഞ്ചിപ്പാട്ട്. അതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്നതും വൈകാരിക ബന്ധം പുലർത്തുന്നതുമായ ജനകീയ കവിതകളാണ് എന്ത്, നാടൻ പാട്ടുകൾ. നാടൻ പാട്ടുകൾ നമുക്കറിയാം പലപ്പോഴും ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതും കേരളവുമായിട്ടുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം പുലർത്തുന്നതുമാണ് നമ്മുടെ നാടൻ പാട്ടുകൾ. ഇത്തരം പാട്ടുകളിൽ ജലാശയവുമായി ബന്ധപ്പെട്ട ഗാനശാഖയാണ് വഞ്ചിപ്പാട്ട്. എന്തുമായിട്ടാണ്? ജലാശയവുമായിട്ട് ബന്ധപ്പെട്ട ഗാനശാഖയാണ്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ വഞ്ചിപ്പാട്ട്. നദോന്നത വൃത്തത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഓക്കെ, നമ്മുടെ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നദോന്നത വൃത്തമാണെന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. വൃത്തം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾ മുന്നോട്ടേക്കുള്ള ക്ലാസ്സിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ നദോന്നത വൃത്തത്തിലാണ് നമ്മുടെ വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ വഞ്ചിപ്പാട്ട് കൃതികൾ എഴുതുന്നതെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കിരാതം, നളചരിതം തുടങ്ങിയ ധാരാളം വഞ്ചിപ്പാട്ടുകൾ ഉണ്ടെങ്കിലും ചിരപ്രതിഷ്ഠ നേടിയത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് തന്നെ. ഓക്കെ, നമ്മുടെ രാമപുരത്തുകാരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. ഒരുപാട് വഞ്ചിപ്പാട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ ചിരപ്രതിഷ്ഠ നേടിയത്. ഇതിൻ്റെ കർത്താവ് രാമപുരത്തു വാര്യരാണ്. അപ്പോൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? നമ്മുടെ രാമപുരത്ത് വാര്യരാണ്. ക്ലിയർ? മനസ്സിലായ മക്കൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വാര്യർ ഉപജീവന മാർഗം തേടി വൈക്കത്തെത്തുന്നു. അപ്പോൾ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആര്? നമ്മുടെ വാര്യർ. എങ്ങനെ ഉപജീവന മാർഗം തേടി എവിടെ എത്തുന്നു? വൈക്കത്തെത്തുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമ്മയ്ക്ക് വാര്യർ ചില ശ്ലോകങ്ങൾ കാഴ്ചവെച്ചു. ഓക്കെ, അവിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് നമ്മുടെ വാര്യർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കുറച്ച് ശ്ലോകങ്ങൾ അദ്ദേഹത്തെ ചൊല്ലിക്കേൽപ്പിച്ചു അല്ലെങ്കിൽ കാഴ്ചവെച്ചു. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വാര്യർ രാജാവിനോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു എന്നും യാത്രയ്ക്കിടയിൽ കൽപ്പനയനുസരിച്ച് ഓക്കെ, അപ്പോൾ നമ്മുടെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം എന്താ, നമ്മുടെ വാര്യർ രാജാവിനോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുവെന്നും ആ യാത്രയ്ക്കിടയിൽ ആരുടെ? രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് എഴുതിയുണ്ടാക്കിയ കൃതിയാണ് കുചേലവൃത്തം. അപ്പോൾ അവരുടെ ആ യാത്രയ്ക്കിടയിൽ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് നമ്മുടെ വാര്യർ എഴുതിയുണ്ടാക്കിയ കൃതിയാണ് ഏത്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്നും ആണ് എന്ത്, ആ ഒരു കൃതിയെ സംബന്ധിച്ച ഐതിഹ്യം. ഓക്കെ, അടുത്ത എന്താണ്? കൃഷ്ണസന്നിധിയിലേക്ക് അവലുമായി പോകുന്ന കുചേലന്റെ കഥയ്ക്കും രാജസന്നിധിയിലേക്ക് കാവ്യവുമായി എത്തുന്ന രാമപുരത്തു വാര്യരുടെ ജീവിതത്തിന് സമാനതകളുണ്ട്. അപ്പോൾ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് മക്കളെ? കൃഷ്ണന്റെ സന്നിധിയിലേക്ക് അവലുമായിട്ട് പോകുന്ന നമ്മുടെ കുചേലന്റെ ആ ഒരു കഥയ്ക്കും രാജസന്നിധിയിലേക്ക് കാവ്യവുമായി എത്തുന്ന രാമപുരത്തു വാര്യരുടെ ജീവിതത്തിന് സമാനതകളുണ്ട് എന്നുമാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ അല്ലെ കൃഷ്ണനെ കാണാനായിട്ട് പോകുന്ന കുചേലന്റെ ഭാഗമൊക്കെ നല്ല മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മക്കൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്താണ് വഞ്ചിപ്പാട്ടെന്നും വഞ്ചിപ്പാട്ട് വിഭാഗത്തിൽ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഇതിവൃത്തവുമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഈ ഒരു കുട്ടി വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് വരെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം, കാണുകയും വേണം. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും ബൈ. നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക.